ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരുണ്യവാനായ ദൈവമേ, ധാരാളം കുടുംബങ്ങൾ സ്വർഗീയമായ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുമ്പോൾ ധാരാളം കുടുംബങ്ങൾ അനുദിനം തകരുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. കർത്താവെ, കുടുംബങ്ങളെ താങ്ങി നിർത്തുന്ന അങ്ങയുടെ ചൈതന്യം, പരിശുദ്ധാത്മ ശക്തിയും വചനവും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ കൂടുതൽ ബലവത്താക്കുകയും സന്തോഷവും സമാധാനമുള്ളതാക്കി തീർക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, പരിശുദ്ധ അമ്മേ, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ അടുത്ത നാൾ പത്രത്തിൽ വാർത്ത വായിക്കാനിടയായി. കഴിഞ്ഞ ഒരു വർഷം 19,028 കുടുംബങ്ങളാണ് തകർന്ന് വേർപിരിഞ്ഞത്. ജീവിക്കാൻ പറ്റുന്നില്ല, വേർപിരി ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ, ആ വേർപിരിഞ്ഞവർക്ക് ന്യായം എന്ന് തോന്നുന്ന രീതിയിൽ കാരണങ്ങൾ പറയാൻ കാണും. ശരിയായിരിക്കാം, ഭാഗികമായിട്ട് ശരിയായിരിക്കാം. ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, വചനാധിഷ്ഠിതമായിട്ട് ചിന്തിക്കുമ്പോൾ ആ രണ്ടു കൂട്ടരും കാണാതെ പോയ ഒരു കാരണം ഇതിൻ്റെ പിന്നിലുണ്ട്. സങ്കീർത്തനം 127:1 പറയുന്നത്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഈശോയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, 2 പേര് വീട് പണിയുന്നുണ്ട്. ഒരാൾ അത്യാവശ്യം ആ മണലൊക്കെ ഒന്ന് തട്ടി നിരപ്പാക്കി തറ കെട്ടി വീട് പണിയാൻ തുടങ്ങി. തൊട്ടടുത്ത മനുഷ്യൻ ഉറപ്പുള്ളൊരു പാറ കിട്ടുന്നവരെ മണ്ണ് കുഴിച്ച് നീക്കുക. ഈ മനുഷ്യൻ പറയുകയാണ് വിഡ്ഢിയാണ്. ഒരു വീട് പണിയേണ്ട കാശ് അയാൾ തറയിൽ മുടക്കി കഴിഞ്ഞു. അയാൾ ആ തറയ്ക്ക് മുടക്കിയ പണം കൊണ്ട് എൻ്റെ വീട് പണി പൂർത്തിയായി. അങ്ങനെ ആ പാറയിൽ അടിസ്ഥാനമിട്ട് രണ്ടാമത്തെ മനുഷ്യനും വീട് പണിതു. 2 വീടും കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്നു. ഒരാൾ എത്രയോ അധികം പണം ചെലവഴിച്ചു, ചുരുങ്ങിയ പണത്തിൽ അതിനെപ്പോലെ മനോഹരമായൊരു വീട് 2 ആളും പണിതു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലാവസ്ഥ പ്രതികൂലമായത്. വലിയ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു. ആദ്യത്തെ വീട് തകർന്നു വീണു, രണ്ടാമത്തെ വീട് നിലനിൽക്കുന്നുണ്ട്. ഇത്രയും ജീവിത സൗകര്യമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ദാരിദ്ര്യവും പട്ടിണിയും, ഒത്തിരി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന മകൾക്ക് കുടുംബത്തിൽ, പലപ്പോഴും കർഷകരുടെ കുടുംബത്തിൽ ഒത്തിരി ത്യാഗങ്ങൾ, വിശ്രമം പോലും ഇല്ലാതെ കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 11 മണിക്ക് പലപ്പോഴും ബെഡിലേക്ക് പോകാനായിട്ട് പറ്റൂ. മൃഗങ്ങളുടെ കാര്യം നോക്കണം, കുടുംബാംഗങ്ങളുടെ കാര്യം നോക്കണം, പുറത്ത് പണിയെടുക്കണം, വീട്ടിനകത്ത് ജോലി ചെയ്യണം. അന്നൊന്നും ഇങ്ങനെ കുടുംബങ്ങൾ തകരുന്നില്ലായിരുന്നു. അത് അടിത്തറ നല്ല ആഴത്തിൽ കുഴിച്ച് പണിതാണ്. ഇന്ന് സൗകര്യം കൂടി, വിദ്യാഭ്യാസമുണ്ട്, സംസ്കാരമുണ്ട്, എല്ലാ ജീവിത സൗകര്യമുണ്ട്. പക്ഷേ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ നിസ്സാര കാര്യത്തിന് വിവാഹമോചനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരൊറ്റ വർഷം തന്നെ 19,028 കുടുംബങ്ങൾ തകർന്നത്. അപ്പോൾ അതിൻ്റെ സംഖ്യ ഇങ്ങനെ ഓരോ വർഷം ചെല്ലുന്നവർ കൂടിക്കൂടി വരിക. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തകരാനുള്ളൊരു കാരണം? ദൈവവചനമാകുന്ന പാറമേൽ ആര് ഭവനം പണിയുന്നോ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇതിൻ്റെ അടിത്തറ ദൈവവചനമാകുന്ന പാറമേൽ അടിത്തറയിട്ടിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിന് 2:18 വചനത്തിൽ, ഉൽപ്പത്തി 2:18 പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന് ഇണയും ഞാൻ നൽകും. ഒരിക്കലും ഒരു മനുഷ്യൻ ഏകനായിരിക്കുമ്പോഴവൻ പകുതിയാവുന്നുള്ളൂ. അവനൊരു ജീവിത പങ്കാളി, അവൾക്കൊരു ജീവിത പങ്കാളിയെ കിട്ടുമ്പോഴാണ് പൂർണ്ണതയിലേക്ക് വരുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്നൊരു ഇണയെ ഞാൻ നൽകും. ഇന്ന് വിവാഹം കഴിഞ്ഞിട്ടും ഒറ്റയ്ക്കായിരിക്കുന്ന ധാരാളം പേരുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ്? മനസ്സുകൊണ്ട് അവരൈക്യപ്പെട്ടല്ല കഴിയുന്നു. ഒരറിയപ്പെടുന്ന കുടുംബമായതുകൊണ്ട്, മക്കളും ഒരുപക്ഷെ മക്കളുടെ മക്കളും ആയതുകൊണ്ട് ഒരു വിവാഹമോചനം അവരാഗ്രഹിക്കുന്നില്ല. പക്ഷെ ഉള്ളുകൊണ്ട് എന്നോ വിവാഹമോചനം നടന്നിരിക്കുന്നത്. അവരേകരായിട്ടാണ് കഴിയുന്നു. പേരിന് കല്യാണം കഴിഞ്ഞു, മക്കളുമുണ്ട്, മക്കളുടെ മക്കളുമുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ കഴിയുന്നത് ഐക്യപ്പെട്ടല്ല അവർ കഴിയുന്നു. എന്നാൽ നേരെ മറിച്ചുമുണ്ട്. എത്ര വാർദ്ധക്യത്തിലെത്തിയിട്ടും ഓരോ നാൾ കഴിയുന്തോറും അവരുടെ സ്നേഹം കൂടുതൽ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ദമ്പതികളെയും കാണാൻ പറ്റുക. ഇപ്പം തിരുവചനം പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഭാര്യ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരുപക്ഷെ അവളുടെ കുടുംബ പ്രശ്നമായിരിക്കാം, സ്വന്തം വീട്ടിലെ പ്രശ്നമായിരിക്കാം, അത് അവളെ അലട്ടുന്നുണ്ട്.
ഇത് വായിച്ചെടുക്കാനുള്ള കഴിവ് ഭർത്താവിനുണ്ടായിരിക്കണം. ഒരുപക്ഷെ ഭർത്താവ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നു. ബിസിനസ് എല്ലാം തകർന്നു, ലക്ഷങ്ങൾ കടമുണ്ട്, ഒത്തിരി പേർക്ക് കടം വാങ്ങിച്ചവർ കൊടുക്കാനുണ്ട്, അത് അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് വായിച്ചെടുക്കാനുള്ള കഴിവ് ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണം. അവിടെ പരസ്പരം ആശ്വാസമായിട്ട്, തൈലമായിട്ട്, ഒരു തണലായിട്ട് മാറുമ്പോഴാണ് ഈ ഏകനായിരിക്കുന്ന അന്നല്ല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത്. പോട്ടാശ്രമത്തിൽ ദമ്പതി ധ്യാനത്തിന് പ്രസംഗിക്കുക, ഒരു സഹോദരൻ സംസാരിക്കുകയായിരുന്നു. കൽക്കട്ടയിൽ നിന്ന് ഗുഡ്സ് ട്രെയിനിൽ ഗ്ലാസ് കൊണ്ടുവന്ന് കേരളത്തിലെ കടകളിൽ വിതരണം ചെയ്യുമായിരുന്നു. ഇന്നൊരു 6 മാസമായിട്ട് എൻ്റെ കുടുംബത്തിലെ ചിലവ് എങ്ങനെ നടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ ഈ ധ്യാനത്തിന് വന്നത് 9 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഒരു സുഹൃത്തിൻ്റെ ഇന്ന് 300 രൂപ കടം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നത്. ഒരാഡംബര കാറ് ഭാരതത്തിലെത്തിയാൽ അത് ആദ്യം എൻ്റെ പോർച്ചിലെത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ 2-3 കാറ് എൻ്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് ഇന്ന് 300 രൂപ വായ്പ വാങ്ങാൻ 9 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ആ 300 രൂപയും വാങ്ങിച്ച് ധ്യാനത്തിന് വന്നിരിക്കുക. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ കുടുംബത്തിൽ നിന്നാവുമ്പോൾ അതുപോലൊരു കുടുംബത്തിൽ നിന്നായിരിക്കുമല്ലോ ഭാര്യയും, ഈ സാഹചര്യത്തിൽ ഭാര്യ എന്തു പറയുന്നു? അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ദൈവം എനിക്ക് തന്നൊരു നിധിയാണ്, ഒരു സമ്മാനമാണ് എൻ്റെ ഭാര്യ. അന്നത്തെ കാലത്ത് 101 പവൻ അണിയിച്ചാണ് എന്നെ ഏൽപ്പിച്ചത്. 1 ഗ്രാം സ്വർണം എൻ്റെ ഭാര്യയുടെ ദേഹത്തില്ല. ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ തകർന്നാണ് ഞാൻ വരുന്നത്. അവളുടെ മുഖത്തെ പുഞ്ചിരിയാണ് എനിക്ക് ജീവിക്കാൻ പ്രചോദനമാകുന്നത്. ഈ അർത്ഥത്തിൽ വേണം നമ്മളത് കാണാൻ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് എന്നോട് പെരുമാറുകയാണെങ്കിൽ ഞാൻ കുറേ ആനുകൂല്യങ്ങളൊക്കെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇതല്ല ഭാര്യ ഭർത്തൃ ദമ്പതി ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഭാര്യയ്ക്ക് തകർച്ച വരുമ്പോൾ, ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ നായിക്കമ്മിളച്ചൻ്റെ കൂടെ അമേരിക്കയിൽ ധ്യാനിപ്പിക്കുമ്പോൾ അച്ഛനൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ പോയി. കഴിഞ്ഞ വർഷം അച്ഛൻ ആ വീട്ടിൽ പോയതാണ്, പ്രാർത്ഥിച്ചതാണ് ആ കുടുംബത്തിന് വേണ്ടി. നേഴ്സായിരുന്നു, രോഗം ബാധിച്ചു. ഈ ജന്മത്ത് ആ സ്ത്രീ ഇനി ബെഡിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആ സ്ത്രീയുടെ ഭർത്താവ് ജോലി രാജിവെച്ച്, വേണ്ടെന്ന് വെച്ച്, ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ ഭാര്യയെ സന്തോഷിപ്പിച്ച് ശുശ്രൂഷിച്ച് കൂടെ കഴിയുക. ഇതൊരു വേലക്കാരിയെ നിർത്തിയാലും ചെയ്യാനുള്ളതേ ഉള്ളൂ. ആ ഭർത്താവിൻ്റെ സ്നേഹം ആ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ജോലി, ഡോളറുകൾ കിട്ടുന്ന ജോലി വേണ്ടെന്ന് വെച്ച് ആ ഭാര്യയെ ശുശ്രൂഷിക്കുക. അതിൻ്റെ ഫലമായിരിക്കണം 2ാം പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ഈ ജന്മത്ത് എഴുന്നേറ്റ് നടക്കില്ലെന്ന് പറഞ്ഞ ഭാര്യ ഭിത്തിയിലൂടെ പിടിച്ചു നടക്കുന്നത് കാണാൻ പറ്റി. ഇതാണ് ഇതാണ് ദമ്പതി ജീവിതം എന്ന് പറയുന്നത്. അല്ലാണ്ട് എൻ്റെ തൃപ്തിക്ക് വേണ്ടി, എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ പറയുന്ന പോലെല്ലാം നടക്കുന്ന ഒരു ഭാര്യ, ഒരു ഭർത്താവ് ആണെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ പോകും. അതല്ല, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല. ഇനി ഇതിന് മറ്റൊരു വശമുള്ളത്, നമ്മുടെ കേരളത്തിൽ ധാരാളം പേര് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ മരുഭൂമിയിൽ ലേബർ ക്യാമ്പുകളിൽ ധ്യാനിപ്പിക്കാൻ പോകും. അപ്പം ഞാനവിടെ ചില സുഹൃത്തുക്കളുമായിട്ട് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ നാട്ടിൽ അയക്കാൻ പറ്റുന്നുണ്ട്? അപ്പോൾ ചിലർ പറഞ്ഞു, ഒരു 3000 രൂപ അയക്കാൻ പറ്റുന്നുണ്ട് ബ്രദറെ. ഞാൻ പറഞ്ഞു, വല്ല നേർച്ചയുണ്ടോ നിങ്ങൾക്ക്? ഈ നാട്ടിൽ അടിമവേല ചെയ്തുകൊള്ളാമെന്ന് വല്ല നേർച്ചയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിൽ ജോലിക്ക് ആളെ കിട്ടാനില്ല. ഇപ്പോൾ അവിടുന്ന് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും വരുന്നവർ ഗൾഫിൽ പോകുന്നത് പോലെ അവരിവിടെ വരിക. അവർ നല്ല വിലപ്പിടിപ്പുള്ള മൊബൈൽ, ഫ്ലൈനിലൊക്കെയാണ് പലരും ഇവിടുന്ന് നാട്ടിൽ പോകുന്നതും തിരിച്ചു വരുന്നതും. എന്നിട്ട് ഇവിടുത്തെ മലയാളികൾ 300 രൂപയ്ക്ക് വേണ്ടി 3000 രൂപയ്ക്ക് വേണ്ടി ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നു. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അയാളുടെ ഭാര്യ ഇവിടെ ഏകയായിരിക്കുക. അതേസമയത്ത് ചിലർ പോകുന്നുണ്ട്, അവരൊരു നല്ല ജോലി ചെയ്യുന്നു, ഒരു 4 വർഷം 5 വർഷം വിദേശത്ത് ജോലി ചെയ്താൽ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവർക്ക് ജീവിക്കാനുള്ളൊരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കാം. അതൊരു സഹനമാണ്, ഒരു ബലിയർപ്പണമാണെന്ന് മനസ്സിലാക്കാം. ഇതിവരിവിടുന്ന് 3000 രൂപ നാട്ടിലേക്ക് അയക്കുന്നു. 1 വർഷം 2 വർഷം കൂടുമ്പോൾ പ്ലെയിന് ടിക്കറ്റ് എടുത്ത് വരുന്നു, കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നു, അതിവിടെയൊക്കെ വിതരണം ചെയ്തു വന്ന പോലെ തിരിച്ചു പോകുന്നു. മാതാപിതാക്കളുടെ കൂടെ വളരുന്ന മക്കൾ ഇതാ നിയന്ത്രണം വിട്ട് മയക്കുമരുന്നിനും കഞ്ചാവിനും മറ്റ് പല തെറ്റായ വഴിക്ക് പോകുന്നു, അപ്പനും അമ്മയും കൂടെ ഉണ്ടായിട്ട്. എന്നിട്ട് ഈ ആൺകുട്ടി 8, 10, 11 പഠിക്കുന്ന ആൺകുട്ടിയെ ഈ അപ്പൻ്റെ സാന്നിധ്യമില്ലാതെ ഈ അമ്മ എങ്ങനെ പോറ്റുന്നാണ് പറയുന്നത്? ഏതെങ്കിലും 8, 10, 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കുടുംബം ഉണ്ടാവുമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ കല്യാണം കഴിച്ചിട്ട് നിങ്ങളിപ്പോൾ എത്ര നാൾ വെറുതെ ജീവിതം പാഴാക്കുന്നു?
ഗൾഫുകാരൻ എന്നുള്ളൊരു പേര് കിട്ടില്ലായിരിക്കും. ഇതിനേക്കാൾ നിങ്ങൾക്ക് നാട്ടിൽ സമ്പാദിക്കാൻ പറ്റും. അതുകൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഈ 3000 രൂപയ്ക്ക് വേണ്ടി മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല. ഈ മനുഷ്യന് അപ്പുറത്ത് അതിൽ കുറേ പേര്, എല്ലാവരും ഇല്ല, കുറേ പേര് ബ്ലൂ ഫിലിമൊക്കെ കണ്ട് ഒരു റൂമിനകത്ത് 5 or 8 പേര്, അതിൽ 1 or 2 പേരായിരിക്കും വൃത്തികേട് കാണുന്നത്. വേറെ നിവൃത്തിയില്ലാതെ അവരും അതിലേക്ക് പെട്ടുപോകുക. ഇവൻ്റെ ഭാര്യ ഇവിടെ വീട്ടിലുണ്ട്, അവളൊരു മനുഷ്യ സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് ബൈബിൾ പറയാണ് മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല. കല്യാണം കഴിച്ചുകൊണ്ടായില്ല, കഴിവിൻ്റെ പരമാവധി ഒരുമിച്ചായിരിക്കാൻ ആഗ്രഹിക്കണം. ഇല്ലെങ്കിൽ അവിടെ പിശാച് കയറുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ചായിരിക്കേണ്ട ഒരു 2 കൊമ്പത്താണെങ്കിൽ അവിടെ പ്രലോഭകൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക സാന്നിധ്യം മാത്രമല്ല, ആത്മീയമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഐക്യം ഇതാ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ബൈബിൾ പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അതിനൊരു വ്യാഖ്യാനം ഇന്ന് നമ്മൾ കാണുന്നത്, ഇന്ന് ഒരുമിച്ച് ജീവിക്കേണ്ട പല ദമ്പതികളെയും അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും അകത്തി വെച്ചിരിക്കുക. പ്രത്യേകിച്ച് മോക്ക് ജോലിയും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. എന്തുമാത്രം എഴുത്തുകളും ഫോണുകളും വരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന്. കല്യാണം ഒരു നാട്ടുനടപ്പനുസരിച്ച് കഴിപ്പിച്ചു. ഇപ്പം മോള് നല്ല ശമ്പളം 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്നു. മാതാപിതാക്കൾ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ, ഒരു വിളി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ കുടുംബത്തിൽ പ്രശ്നമാകുക. ഈ വീട്ടുകാരാണ് റിമോട്ട് ഇവിടുന്നാണ് കൺട്രോൾ ചെയ്യുന്നത് ഭാര്യയെ. അവരിനിയും മാതാപിതാക്കളുമായിട്ട് ഇനിയും വേർപിരിഞ്ഞിട്ടില്ല. ഈ റിമോട്ട് മാതാപിതാക്കൾ കൽപ്പിക്കുന്നതനുസരിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എങ്ങനൊരു കുടുംബ സമാധാനം? ഇവിടേക്കാണ് വിവാഹമോചനത്തിൻ്റെ കാരണം. യേശു പണ്ടേ പറഞ്ഞു, ഇനി അവർ മാതാപിതാക്കന്മാരെ വിട്ട് അവർ ഒന്നായി തീരും. ആ മക്കൾ ഒന്നായി ജീവിക്കാനാണ് മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത്, ഭിന്നിപ്പിക്കാനല്ല. എൻ്റെ അടുത്ത് കാണാൻ വന്ന ഒത്തിരി കേസുകളുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഈ അപ്പൻ ഒരു നല്ല അപ്പനായിരുന്നെങ്കിൽ, ഈ അമ്മ ഒരു നല്ല അമ്മയായിരുന്നെങ്കിൽ, ഈ മകൾക്കൊരു നല്ല ഉപദേശം കൊടുത്തിരുന്നെങ്കിൽ സ്വർഗം പോലെ ആ കുടുംബം കഴിയുമായിരുന്നു. വിഷം കുത്തിവെച്ച് അവരെ ഭിന്നിപ്പിച്ച് ഇവിടുന്ന് തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് അവിടെ പ്രാവർത്തികമാക്കി ഇന്ന് നരകമായി തീർന്ന് ഈ നരകത്തിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് വിവാഹമോചനം എന്ന് അവൻ തീരുമാനിക്കുക. ഈ മകളെ എനിക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ വരുമാനം കിട്ടുമല്ലോ, കറവപ്പശുവാ മോള്. ഇങ്ങനെയല്ല അപ്പനും അമ്മയും കാണേണ്ടത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് നുഴഞ്ഞു കയറി അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കാനല്ല മാതാപിതാക്കളും സഹോദരങ്ങളും ശ്രമിക്കേണ്ടത്. ചില വാശിയൊക്കെ കാണും, ചില പ്രശ്നങ്ങളൊക്കെ കാണും. അത് ചിലപ്പം മകള് വീട്ടിലേക്ക് വിളിച്ച് പറയും, വേറെ ആരോടാ പറയേണ്ടത്? അപ്പോൾ വിവേകത്തോടെ ഒരു ഉപദേശം കൊടുക്കുക. ഇനി അവിടെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടിലേക്ക് വന്നൊന്ന് സംസാരിച്ചു, എന്താ പ്രശ്നം? ആ മകനെയും വിളിച്ച് സംസാരിച്ചു. എന്നിട്ടാ തീരുമാനം. ഒരു ഭാഗം മാത്രം കേട്ടിട്ടല്ല. ഇനി അത് തന്നെയല്ല, നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. ഇവരെ യോജിപ്പിച്ച് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് യോജിപ്പിച്ചതല്ലോ. ഇവരെ യോജിപ്പിച്ചത് തിരുസഭയിലെ കർത്താവിൻ്റെ അഭിഷിക്തർ വഴിയാണ് യോജിപ്പിച്ചത്. ആ അഭിഷിക്തൻ്റെ അടുത്ത് കേസ് അവതരിപ്പിക്കുക. ഭാര്യയുടെ പ്രശ്നം എന്താണോ അത് ഭാര്യയും ഭാര്യ വീട്ടുകാരും പറയട്ടെ. ഈ പയ്യൻ്റെ അടുത്ത പ്രശ്നം എന്താണോ അത് പയ്യനും പയ്യൻ്റെ വീട്ടുകാരും പറയട്ടെ. എന്നിട്ട് കർത്താവിൻ്റെ അഭിഷിക്തനൊരു തീരുമാനത്തിലെത്തട്ടെ. കർഷകരുടെ നാട്ടിൽ റബ്ബറൊക്കെ നടുമ്പോൾ ചിലതിങ്ങനെ വളഞ്ഞൊക്കെ പോകാറുണ്ട് ഭാരം കൊണ്ട്. അപ്പം കർഷകൻ അതിന് 4 പാടും കയറ് കെട്ടി വലിച്ചു നിർത്തും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആ തടിക്ക് വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരുടെയും സഹായം വേണ്ട, നേരെ പോവും. വ്യത്യസ്ത സംസ്കാരത്തിൽ ജനിച്ചു വളർന്നൊരു യുവാവും യുവതിയും അവർക്കൊത്തിരി സ്വപ്നങ്ങളും ചില ധാരണകളൊക്കെ കാണും കുടുംബത്തെക്കുറിച്ച്. അതിൽ വ്യത്യസ്തമായിരിക്കാം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ തളർച്ച വരുമ്പോൾ ഒരു സഹായം ചെയ്യേണ്ടതായിട്ട് വരും. ചുറ്റുപാടുമുള്ളവർ സഭയിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതവരെ ഭിന്നിപ്പിക്കാനോ മരണം വരെ അകറ്റാനുള്ളതായിരിക്കരുത്, ഒന്നിപ്പിക്കാനുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പിന്നെ അവർ 2 ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. വേറെ എവിടെയും കണക്കില്ല, 1 2 പക്ഷേ ഈശോ പറയാണ്, വിവാഹമെന്ന കുദാശയിലൂടെ ഒരു ഭാര്യയും ഭർത്താവിനെയും ദൈവം യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർ 2 അവർ ഒന്നായിരിക്കും. ഈ യോജിപ്പ് നമുക്ക് പ്രസംഗിക്കാൻ പറ്റും, സ്വപ്നം കാണാൻ പറ്റും. ഇത് സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ഒന്നല്ല ഈ യോജിപ്പ്. ഈ യോജിപ്പിൻ്റെ പിന്നിൽ മനുഷ്യരുടെ സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും
ഐക്യം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ഐക്യമുണ്ടാകുന്നത്. ഒരിക്കൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ ശക്തി കൊണ്ട് ഐക്യം നിലനിർത്താൻ വേണ്ടി അവരൊരു ഗോപുരം പണിതാണ് ബാബേൽ ഗോപുരം. അവരുടെ ഉള്ള ഐക്യം കൂടി നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഭാഷ ഭിന്നിച്ച് ചെതറി ലോകത്തിൽ മുഴുവനും. അപ്പസ്തോല പ്രവർത്തനം 2 ശിക്ഷീകരണത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് താണിറങ്ങി. പത്രോസിനെ എഴുന്നേറ്റ് പ്രസംഗിക്കുക. ഗലീലിയക്കാരായ അപ്പസ്തോലന്മാർ അവരുടെ മാതൃഭാഷയിൽ സംസാരിച്ചപ്പോൾ ശ്രോതാക്കൾക്കെല്ലാം അറേബ്യ, ക്രേത്യ, മെസ്സപ്പൊട്ടോമിയ അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ശ്രോതാക്കൾ അവർക്കൊക്കെ അവരുടെ മാതൃഭാഷയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഇത് നമുക്കൊരു സന്ദേശം തരുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, അവരുടെ ഭാഷ ഭിന്നിക്കുക, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നില്ലെന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതിനുള്ള വഴി എന്താണ്? ദൈവവചനം കേൾക്കുകയും ഒരു ധ്യാനമന്ദിരത്തിലേക്ക് കടന്നു വരികയും മുൻവിധി കൂടാതെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ആ വചനം അനുസരിക്കാൻ ഈ ഭാര്യയും ഭർത്താവും തയ്യാറാകുമ്പോൾ വിവാഹമോചനത്തിനു വേണ്ടി കേസ് കൊടുത്ത ചില ദമ്പതികൾ, അന്ന് ഡിവൈനിൽ 10,000-15,000 ഒക്കെ ആൾക്കാർ വരുന്ന സമയമാണ്. ചില ആൾക്കാർ ചെന്ന് ഭർത്താവിനെ ഒരാഴ്ച ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. അതേ ആഴ്ചയിൽ തന്നെ ഭിന്നിച്ച് അവളുടെ വീട്ടിൽ കഴിഞ്ഞ ഭാര്യയും ധ്യാനത്തിന് അയച്ചു. ആ ധ്യാനത്തിന് രണ്ടുപേരും തമ്മിൽ അറിയുന്നില്ല ഇവിടെ ധ്യാനം കൂടുന്ന കാര്യം. ഈ ധ്യാനത്തിൻ്റെ അവസാനം അവരെ വിളിച്ച് സംസാരിച്ച് അവർ മാതൃക ദമ്പതികളായിട്ട് ജീവിക്കുക. അവരിന്ന് മാതൃക ദമ്പതികളാണ്. അവർ വിവാഹമോചനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവരാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഈ ഭാര്യയും ഭർത്താവും കേൾക്കുമ്പോൾ അവനവൻ്റെ തെറ്റ് മനസ്സിലാവും. അവനവൻ്റെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് അംഗീകരിക്കുമ്പോൾ ഇതേ ഭാര്യയുടെ കൂടെ ഇതേ ഭർത്താവിൻ്റെ കൂടെ സ്വർഗം പോലെ കഴിയാനായിട്ട് സാധിക്കും. ഐക്യമില്ലെങ്കിൽ അത് നരകമാണ്. എവിടെ ഐക്യമുണ്ടോ അവിടെ ദൈവമുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ റോമ 14:17 പറയുന്നത് ഇങ്ങനെയാണ്: ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. അപ്പം വിദ്യാഭ്യാസം കാണും, ജോലി കാണും, ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും കാണും. ഇതൊന്നും അല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് അവിടെ തിരുവചനം പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പ്രത്യേക നീതിയും സമാധാനവും. നീതി എന്ന് പറയുമ്പോൾ അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ഒരു ഭാര്യ അർഹിക്കുന്നത് ഭർത്താവ് തടഞ്ഞു വയ്ക്കുമ്പോൾ അത് കൊടുക്കുന്നില്ലെങ്കിൽ അത് അനീതിയാണ്. അപ്പോൾ അവിടെ മുറിവുണ്ടാവും. ഒരു ഭർത്താവിന് അർഹിക്കുന്ന ഭാര്യ കൊടുക്കുന്നില്ലെങ്കിൽ അത് അനീതിയാണ്. അപ്പോൾ അവിടെ മുറിവുണ്ടാവും. അപ്പം ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യേക നീതിയും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. ഈ നീതി പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഈ വ്യക്തി അനുഭവിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയാണ് വ്യത്യസ്ത സംസ്കാരത്തിൽ ജനിച്ചു വളർന്നവർ മരണം വരെ ഐക്യപ്പെട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയേ. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എവിടുന്ന് ലഭിക്കും? ഒരു യുവാവ് സെമിനാരിൽ ചേരുന്നു, അല്ലെങ്കിൽ ഒരു യുവതി കോൺവെൻറ്റിൽ ചേരുന്നു, അതല്ലെങ്കിൽ ഒരു യുവാവും യുവതിയും വിവാഹം കഴിക്കുന്നു. ഈ അഭിഷിക്തൻ പട്ടം കൊടുക്കൽ ശുശ്രൂഷയിലൂടെ മരണം വരെ ഒരു നല്ല വൈദികനായി ജീവിക്കാൻ ആവശ്യമായ കൃപാവരം പരിശുദ്ധാത്മാവ് ശുശ്രൂഷയിലൂടെ കൊടുത്തു കഴിഞ്ഞു. മരണം വരെ ഒരു ഉത്തമ സമർപ്പണ ജീവിതം നയിക്കാനുള്ള കൃപ ഈ സഹോദരിക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തു കഴിഞ്ഞു. വിവാഹമെന്ന കുദാശയിലൂടെ മരണം വരെ ഒരു നല്ല ഭർത്താവായി, ഭാര്യയായി, ഒരു നല്ല അപ്പനായി, അമ്മയായി ജീവിക്കാനുള്ള കൃപാവരം പരിശുദ്ധാത്മാവ് വിവാഹമെന്ന കുദാശയിലൂടെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ചിലർ മാതൃകാ ദമ്പതികളായി ജീവിക്കുമ്പോൾ ചിലർ വിവാഹമോചനത്തിന് വേണ്ടിയും ദുർമാതൃകയായി മാറുന്ന എന്താ കാരണം? എൻ്റെ പ്രധാന കാരണം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ആര് തന്നെയാണെങ്കിലും, വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് 2 കൊറിന്ത്യസ് 4:7, ഈ നിധി എനിക്ക് ലഭിച്ചിരിക്കുന്ന മൺപാത്രത്തിൽ. ഈ നിധി എന്ന് പറയുന്നത് ദൈവത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് മൺപാത്രത്തിൽ. അപ്പോൾ ആര് തന്നെയാണെങ്കിലും ഈ ജഡം കൂടി ഉള്ളിടത്തോളം കാലം ആരുടെ ജീവിതത്തിലും തെറ്റുകുറ്റങ്ങൾ വരാം. ആ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ആത്മീയ ജീവിതം. അപ്പം ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ജീവിതത്തിൽ ഒരു ഗൗരവമുള്ള തെറ്റ് വരികയും ആ തെറ്റ് തിരുത്താതെ അവർ കുടുംബജീവിതം നയിക്കാമെന്ന് വെച്ചാൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.
അതേസമയത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് തടയാതിരുന്നാൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ജീവിതത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള തെറ്റുകൾ അത് അംഗീകരിക്കുകയും അത് ഉപേക്ഷിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വിളി അത് ഏത് തന്നെയാണെങ്കിലും അതിന് പുതുജീവനുണ്ടാകും. അത് നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കും. വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 10-40 വർഷം മുൻപ് ഒരിക്കൽ ഞാൻ വയനാട്ടിലൊരു സംഭവം കണ്ടതാണ്. നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അന്ന്. ഏതാണ്ട് 5-6 മാസം മഴ കിട്ടുന്ന കാലം. ഒരു ഭവനത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ. വീട് കാവൽ ഇവർക്ക്, മക്കളും മക്കളുടെ മക്കളും ഒക്കെ പുറത്തു പോയിരിക്കുക. ഈ വല്യമ്മച്ചി ഒരു ചേമ്പിൻ്റെ വിത്ത് അടുപ്പിലിട്ട് ചുട്ട് അത് കഴിക്കാൻ നേരത്തെ ഓർമ്മ വന്നത് ഭർത്താവ് വരാന്തയിലുണ്ടല്ലോ, പകുതി ഭർത്താവിനും കൊടുക്കുക. അത് പൊട്ടിച്ച് ഊതി ചാരമൊക്കെ തട്ടിക്കളഞ്ഞ് ഈ ഭർത്താവിൻ്റെ നേരെ വെച്ച് നീട്ടിയപ്പോൾ ആ ഭർത്താവ് കൈ നീട്ടി വാങ്ങിക്കുന്നതിന് പകരം വാ തുറന്ന് കാണിക്കുക. അപ്പോൾ ആ ചേമ്പിൻ്റെ വിത്ത് കൊടുത്തിട്ട് അമ്മച്ചി നോക്കിയത് എൻ്റെ മുഖത്തേക്ക്. അമ്മച്ചി ലജ്ജിച്ചുള്ളിലേക്ക് ഓടിപ്പോയി. ഇത് 40 വർഷം മുൻപ് കണ്ടതാണ്. അവരുടെ പല്ല് പൊഴിഞ്ഞു, ശരീരം ക്ഷയിച്ചു, പ്രായമായി, പക്ഷെ അവരുടെ ഹൃദയത്തിൻ്റെ ഐക്യം കൂടിക്കൂടി വരിക. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കുള്ള ദമ്പതികളിൽ അതൊരു മാതൃകാ ജീവിതമായിരിക്കും. രോഗാവസ്ഥയിലാണെങ്കിലും ഏത് തെറ്റുകുറ്റങ്ങൾ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ഭാഗത്ത് വന്നാലും അത് പരസ്പരം ക്ഷമിക്കാനും ഉള്ള കഴിവുണ്ടാകും. ഈ അരൂപിയുടെ ഒഴുക്കില്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ നന്മ കാണാൻ സാധിക്കില്ല. കുറവുകൾ പർവ്വതീകരിച്ച് കാണും. അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കും, ചോദ്യം ചെയ്യും. അവിടെ ഹൃദയത്തിൽ അകലിച്ചയുണ്ടാകും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഇന്ന് കാണുന്ന കുടുംബത്തിലെ തകർച്ചകളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അഭാവമാണ്. അപ്പം അങ്ങനെ ഒരു കുടുംബത്തിൽ പൊട്ടലും ചീറ്റലും ആരംഭിച്ച് മൂർധന്യാവസ്ഥയിൽ എത്താനായിട്ട് കാത്തു നിൽക്കേണ്ട, ദൈവവചനം കേൾക്കുക, തെറ്റ് തിരുത്തുക, ദൈവമാകുന്ന വചനമാകുന്ന അടിത്തറയിൽ പണിയുക, ദൈവത്തെ വിളിക്കുമ്പോൾ എത്ര കാറും കോളും നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമാണെങ്കിലും അവിടെ ശാന്തിയും സമാധാനവും ദൈവം നൽകും. അക്കരയ്ക്ക് പോയ വള്ളം കൊടുങ്കാറ്റിൽപ്പെട്ട് ആടി ഒലഞ്ഞപ്പോഴാണ് കടലിന് മീതെ ഈശോ നടന്നു വരിക. അവർ അവനെ വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിച്ചു. അപ്പോൾ വഞ്ചി ഒരു ലക്ഷ്യം വെച്ച കരയ്ക്കെത്തി. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഇതേ കുടുംബത്തിൽ നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. ആ നല്ല നാളുകൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിലെ കുറ്റപ്പെടുത്തലും വിമർശനവും അവസാനിപ്പിച്ചിട്ട് ദൈവത്തെ തേടുമ്പോൾ ഇതേ ഭാര്യയുടെ കൂടെ ഭർത്താവിനോട് കൂടെ സ്വർഗം പോലെ കഴിയാൻ ഉള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ, ദാരിദ്ര്യത്തിലും രോഗത്തിലും ഇല്ലായ്മയിലും പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടെ സ്വർഗം പോലെ കഴിയുന്ന 10,000-കണക്കിന് ദമ്പതികളെയും കുടുംബങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ സാധ്യതകളുണ്ടായിട്ടും നരകമായി കഴിയുന്ന, ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്ന ചുരുക്കം ചില ദമ്പതികളെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾക്കാനും ഒരു സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കാനും അതിനുള്ള മാർഗം തേടാനും അതിൽ വിജയം കണ്ടെത്താനും അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.